പ്രാർത്ഥിക്കാം. സ്തോത്രം. പലവിധമായ ഭാരങ്ങളിൽ, വിഷയങ്ങളിൽ, സങ്കടങ്ങളിൽ, ഞെരുക്കത്തിലൂടെ നാം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ we are in a safe hands. കാരണം നമ്മൾ പകൽക്കാലമായിരിക്കുന്നത് കർത്താവിന്റെ അടുക്കലാണ്. നാം ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നാം ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, നാം എന്തെല്ലാം വിഷയങ്ങളോടെ, എന്തെല്ലാം ഭാരങ്ങളോടെ, എന്തെല്ലാം പ്രയാസങ്ങളോടെ, എന്തെല്ലാം പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഈ ആലയത്തിൽ നാം കടന്നു വന്നു. ഇന്ന് പകൽക്കാല നമ്മുടെ സ്വർഗത്തിലെ പിതാവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നാം ആലയത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുൻപ് തന്നെ ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് സംസാരിക്കുമെന്ന് ഉറപ്പോടുകൂടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ വ്യക്തമായ സ്വർഗീയ ആലോചനകൾ കർത്താവേ ഞങ്ങൾക്ക് നൽകി തന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശബ്ദം കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരാധനയുടെ തുടക്കം മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോഴൊക്കെയും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും സ്നേഹവും ഒന്ന് അറിയിക്കുന്നു. നമുക്ക് മലയാളം പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എഴുന്നേൽക്കുവാൻ ആഗ്രഹമുള്ളവര്, അതുപോലെ അത് അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെങ്കിൽ ദൈവസ്ഥലത്ത് എഴുന്നേൽക്കും. അതല്ലാത്തവര് അവിടെ ഇരുന്നാലും മതി. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആദ്യമായി നമ്മൾ പാടുന്ന പാട്ട് സ്തുതി ചെയ്യും മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ എന്നുള്ള പാട്ടാണ് നമ്മൾ ആദ്യം പാടുന്നത്. നമ്മളിന്ന് ആരാധനയ്ക്ക് 2 പാട്ടുകളാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബോർഡിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. നമുക്ക് ചേർന്ന് ദൈവത്തെ പാടാം. സ്തുതി ചെയ്യും മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ
ഡിസ്പ്ലേയിൽ നോക്കി അറിയാത്തവർ ഈ പാട്ട് ഇവിടെ ചേർന്ന് പാടുക. ഞാൻ ആരെ ഭയപ്പെടും, എന്റെ വിശ്വാസ ജീവിതത്തിൽ ഭാരങ്ങളേറിയിടും, സ്നേഹിതർ മാറിയിടും ജീവിത പാതകളിൽ. അതിന്റെ അടുത്ത രണ്ടാമത്തെ സ്റ്റാൻസ ഇങ്ങനെ പറയുന്നു. മൂന്നാമത്തെ സ്റ്റാൻസ ഇങ്ങനെ പറയുന്നു: കരുതുമെന്ന് ഞാൻ കരുതിയ ആരും വന്നില്ല കാണുവാൻ, കരഞ്ഞു ഞാൻ എന്റെ ഭാരത്താൽ, അരികിൽ വന്നവൻ സ്നേഹത്താൽ. അവിടെയൊക്കെ ജീവിതത്തില് ഇതേ അനുഭവത്തിൽ കൂടി കടന്നുപോയ അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരു പക്ഷേ കാണും. കരുതും എന്ന്, നമ്മളെ സ്നേഹിക്കും എന്ന്, അല്ലെങ്കിൽ കടന്നു വന്ന് നമ്മളോട് ഒരു ആശ്വാസവാക്ക് പറയുമെന്ന് നാം വിചാരിച്ചവർ പലരും ആമീൻ ആ സന്ദർഭങ്ങളില് ആ ചൂടേറിയ അനുഭവത്തിൽ വരാതെ ഇരിക്കുമ്പോൾ ആമീൻ നമ്മുടെ അപ്പൻ നമ്മുടെ അടുത്ത് പറയുകയാണ്: മകനെ, നീ ഭാരപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ കണ്ണുനീരിന്റെ തുരുത്തിൽ ഞാൻ ആക്കി വെക്കുന്ന ദൈവമാണ്. ഇത് രാവിലെ സമയം നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം. കരുതുമെന്ന് ഞാൻ കരുതിയ ആൾക്കാർ ആരും വന്നില്ലെങ്കിലും എന്റെ പ്രാണപ്രിയ എന്റെ കൂടെയുണ്ട്. നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം. ഞാനാരെ ഭയപ്പെടും, എന്റെ വിശ്വാസ ജീവിതത്തിൽ ഞാനാരെ ഭയപ്പെടും, എന്റെ വിശ്വാസ ജീവിതത്തിൽ ഭാരങ്ങളേറിടും, സ്നേഹിതർ മാറിടും ജീവിതപാതകളിൽ.
നാം ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളിലൂടെ, ചില അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില calculations ഉണ്ട്. നമ്മളെ കരുതുവാൻ, നമ്മളെ താങ്ങുവാൻ, ഇതിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുപോകുവാൻ, ഇന്ന സാഹചര്യങ്ങൾ കൊണ്ട് കഴിയുമെന്ന് നാം ചിന്തിച്ച ഭാരപ്പെട്ടിരുന്ന നിമിഷങ്ങളിൽ അവൻ ഇന്ന് കർത്താവ് നമ്മോട് പറയുകയാണ്, ഇന്ന് അവൻ നമ്മോട് കൂടെ. There are times in our life that we went through a lot of situations where we don't know how to face this situation. We don't know how we will face tomorrow's in our life. But in all those situations, God came to our room and He told us, I am there, Mone, you don't need to be afraid. You don't need to worry about tomorrow. I am there with you. I am your God. I am your refuge. I am your strength. ആ ഒരു ദൈവസന്നിധിയിലാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായി. അല്പസമയം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ വിഷയങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അല്പസമയം നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ സമയങ്ങളെ വേർതിരിക്കാം. അവൻ നമ്മുടെ ആരാധന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന്, ദൈവം നമ്മുടെ ജീവിതങ്ങളോട് ഇടപെടേണ്ടതിന്, വ്യക്തമായി നമ്മുടെ വിഷയങ്ങളിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരേണ്ടതിന് ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധന എല്ലാ കുടുംബങ്ങളുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്ക് ഈ നിമിഷം ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യനായ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഹല്ലേലൂയ. ദൈവത്തിന്റെ പകൽക്കാലങ്ങളിൽ ഉയർന്നു നോക്കുന്ന കർത്താവേ, ഏത് സമയത്തും അങ്ങയുടെ സന്നിധിയിൽ ഓടി വരുവാൻ അപ്പാ പിതാവേ വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ അവകാശം നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. അങ്ങയുടെ മക്കളായ നിങ്ങൾ കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന കർത്താവേ, അങ്ങയുടെ വചനം പറയും പോലെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. എന്റെ യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചു. ഓരോരുത്തരുടെ സാക്ഷ്യമായി പകൽക്കാലം അത് കർത്താവേ, അടികളെല്ലാവരും കർത്താവേ അങ്ങയുടെ വിടുതെല്ലാം വിടുവിക്കപ്പെട്ടവരാ കർത്താവേ. അങ്ങയുടെ മുഖത്തേക്ക് അടികൾ ഈ പകൽക്കാലം നോക്കിയ നാഥാ, അടിയങ്ങളോട് മനസ്സലിയണമേ, അടിയങ്ങളോട് കരുണ കാണിക്കണമേ. അടികളുടെ ജീവിതത്തിൽ കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നു പോയ കുറവുകളെയൊക്കെ അടികളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ പുണ്യാഹ രക്തത്താൽ ഈ പകൽക്കാലം അടികളെ കഴുകണമേ. അങ്ങയുടെ ശബ്ദം അടികളെ കേൾപ്പിക്കണമേ. അല്പസമയം അടികൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഏകാഗ്ര ഹൃദയത്തോടെ അടികളെ അങ്ങയുടെ സന്നിധിയിൽ ഇരുത്തുമാറാകണമേ. ദേശമുള്ളത് കൊണ്ടാണ് കർത്താവേ ഓരോരുത്തരെയും ഈ പകൽക്കാലം യോഗ്യരാക്കുമാറാകണമെന്ന് അടിയങ്ങയോട് യാചിക്കുന്ന കർത്താവേ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചവനാണെന്ന് വാക്ക് തന്ന ദൈവമേ, ഉന്നതനായ ദൈവത്തിൽ ചാരുവാൻ ഈ പകൽക്കാലം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിന്റെ മക്കളെ എല്ലാവരെയും പേരുപേരായി അറിയുന്ന ദൈവമേ, ആ ദൈവത്തിന്റെ സന്നിധിയിൽ അടികൾ പകൽക്കാലമായിരിക്കുന്നത് അങ്ങയുടെ സന്നിധി സകലവും നഗ്നവും മലർന്നതുമാ. അങ്ങേക്ക് അറിയാത്തതായ ഒന്നുമില്ലപ്പാ. അവർ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേലെ, അവർ ഞരങ്ങുന്ന വിഷയങ്ങളുടെ മേലെ അങ്ങയുടെ സന്നിധി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ ആരാധന അവർക്ക് വിടുതലിന് കാരണമാക്കി കർത്താവ് തീർക്കുമാറാകണമെന്ന് അടിയങ്ങയോട് യാചിക്കുന്ന കർത്താവേ, ഇരവനരെ കാലഹത്തുനാഥരെ അങ്ങയുടെ വലിയ കരം അറുവഹ കാതലേ ബബ ഉണർന്നിരിക്കുന്ന കരം, വീര്യം പ്രവർത്തിക്കുന്ന കരം നിന്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവസഭയിൽ കടന്നു വന്ന എല്ലാ ജീവിതങ്ങളെയും കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസം
ദിവസങ്ങളിൽ കർത്താവിന്റെ ഗൈഡൻസിലെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നല്ലോ കർത്താവെ. ഓരോ ദിവസവും വഴി ഇതാകുന്നു, നേരെയുള്ള പാതയിൽ നടന്നുകൊള്ളുക എന്നുള്ള ശബ്ദം കേട്ട് അവരെ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ വാത്സല്യ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഉയരത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നിന്റെ മക്കളെ ഇവിടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് വേർക്കാലത്തെ എല്ലാ ശുശ്രൂഷയും തിരുനാമത്തിന് മഹത്വമാകണം. ആരുള്ള ഉയരുവാനല്ല, അങ്ങയുടെ നാമ മഹത്വമാകണമെന്ന് അടിയങ്ങയോട് യാചിക്കുന്ന കർത്താവേ. സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഉറപ്പോടെ, പ്രത്യാശയോടെ ആരാധന കഴിഞ്ഞ് മടങ്ങി പോവാൻ അടികളെ എല്ലാവരെയും സഹായിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് നന്ദി. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ തിരുനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഒരു പ്രാവശ്യമാണ് കടന്നു വരുന്ന കർത്താവേ. ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ വചനം പകൽക്കാലം ഞങ്ങൾക്ക് നൽകി തരണമേ കർത്താവേ. ഒരു വലിയ ആത്മീക അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇന്ന് മടങ്ങി പോകുവാൻ ദൈവമേ ഞങ്ങളോട് സംസാരിക്കണമേ. ഓരോരുത്തർക്കും ഞങ്ങളുടെ ആവശ്യങ്ങൾക്കൊത്തവണ്ണം ഹൃദയത്തോട് വചനം സംസാരിക്കുവാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. Praise God. We will all arise in the presence of God and read Psalm 138. 138 സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടും. Psalm 138. ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു. നിന്റെ ദയയും വിശ്വസ്തയും തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നാമത്തിന് മീതെയൊക്കെ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. യഹോവേ, സകലരാജാക്കന്മാരും നിന്റെ വായും വചനങ്ങളെ കേട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അതേ, അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. കടാക്ഷിക്കുന്നു, ഗർഭിയറിയുന്നു. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ ദയയിലേക്കുമുള്ളത് തൃക്കൈയുടെ പ്രവൃത്തിയിലേക്ക് ഉപേക്ഷിക്കരുതേ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. നമ്മുടെ പ്രയാസങ്ങളെ മാറ്റുന്നവനാണ്. നമ്മുടെ പ്രതികൂലങ്ങളെ മാറ്റുന്നവനാണ്. ഇന്ന് പകൽക്കാലം നാം നമ്മെ തന്നെ ദൈവസന്നിധി
വാഴ്ത്തുമ്പോൾ അവർ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ വീണ്ടും തിരുനാമത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഓരോ ജീവിതങ്ങളിലും ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അനുഗ്രഹം ചൊരിയുന്ന കരം സ്പർശിക്കണമേ. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ. പ്ലീസ് ബി സീറ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ഒരു അവസരം നൽകി. I am very delighted to see all of you in the church today. I am going to recognize some of our visitors, and if I miss anyone, please let me know. We have visiting with us today is Sister Manasi Radhakrishnan, and I met her early when she came in, and her son David, and also a little baby God has given in their life, and I am very delighted that you are here. And Sister Bindu and Bhavina, they were teaching Bible study yesterday, and she came from Makini. Thank God for your life, and we appreciate you coming and being with us today. And I believe we have Jeetu with us today, right? Yeah. Okay, thank you. And I believe because him a hand, and he is Sister Bindu's cousin, and I know their son were with us during our watch night service. Cyrus and Darius, they were with us. Yes, thank you for being here with us. We appreciate it. Thank you. And also, we have Sister Anu is here, right? Sister Anu is here, and her daughter, Sister Mary, you can call Sister Mary, and their Benjamin is their last name, and we are very delighted that you are with us. And also, Sister Sheba and her daughter Warsha, and their last name is Silvo, and they are with us today. May I ask you all just to stand so everybody can see you. Thank you. May God bless all of you today. Amen. Please be seated in the presence of God. And we have a lot of our own people here, and we appreciate all of you. And together, worshiping together with all of our visitors and guests, may God bless all of us and meet all our needs. Amen. And we have a God who is almighty. Amen. And there is nothing impossible in His presence. All things are possible. All Amen. Things are possible. And usually, we recognize our birthdays and our anniversaries. This week we don't have an anniversary for those who are here. But as all of us know, Sister Annie Philip is one of our founding members. And yesterday was her birthday. I sent her a birthday wish to her, and personally, and because I put it on our church bulletin board. But we wished her a happy birthday, and as when Brother Wilson come to pray and remember her also in our prayers. And usually Sister Bindu, do you want to say a word of testimony or anything? Well, the problem is I have, yeah. The only problem is that we're short on time and I have so much to say. I don't even know where to start, to be honest. As you know, last week we had a baptism for the first time. Thank God for that. That was an answer to prayer, a miracle, something that God had seen before we even moved here. So I praise God for that. Yes. However, so much has happened last week. Let me tell you something. When God blesses and when you're touching the kingdom of the enemy, He comes back attacking. Yes. So
I want to just mention very short messages, some of the things that have happened, just so the church is aware that whatever that we're doing here, whether it's Compassionate Church, whether it's Nothing But Jesus, it's all our prayers and God is answering, right? And whatever we're doing is affecting the kingdom of God in such a way, and you're going to understand when I tell you this. Lord, help me to say the right things and to say it correctly. Whatever I say, please don't run with it. I've been church hurt a lot of times. Whenever I've given my testimony in the past, churches have taken that, spread gossip, and said so many things that have tried to destroy me. I'm asking the Church of God to hear what I'm saying and to please understand so that you don't take that and run with it. Okay. So last Sunday we had youth night. Monday night we had, was it Monday night? Monday night we had Bavina and about 3 of the other children. It was supposed to just be a daytime hangout and fun time. It turned out into an overnight thing. Okay, overnight. Justin Pastor was here, I was here, Shatan was here, and Bavina and her friends were all hanging out. We're all having a good time. Everybody played until about 2, 3 in the morning. We played games and all that stuff. Starting from 3 o'clock, the teenagers, I don't know why, but teenagers, they decided they wanted to pull an overnighter. They do not want to sleep. So they decided, not me, the children, the teens decided that they want to have an overnight Bible study. So from 3 in the morning, all the way until, actually they didn't sleep at all the way until, what time was it? They fell asleep at 9. For about an hour. Bavina kept on going. They had praise and worship, they had Bible study all the way, but they didn't sleep. But they had 12 hours, I'm telling you, 12 hours of consistent. Bavina was teaching the word, they were also learning the word, they were praising, worshiping. 12 hours. I clocked out by 6. That was the most. By 6 in the morning, I clocked out. They kept going on and on and on, all the way for 12 hours. Okay, so around 3, 4 o'clock, they ended. Soon after that, I was about to take them back home. I decided to pick up pizza, come back here. We came back here, everything was going good. Now please listen to me, please don't run with this, okay? Bavina was sitting back there on top of the food box next to the garbage can. So I know my daughter, I know every facial expression she makes. I'm looking at her, I'm looking at my child, and something is off. She's sitting there, and she looks like she's about to faint. But not the fainting, not the anemia problem she had before. She doesn't have anemia now, praise God, He healed her from that. This was a different kind of a look. We were all just standing around eating pizza, everybody was happy. I looked at her, I was like, what's wrong? She's like in a daze. And her eyes were wide open, her mouth was a little bit open, and she's staring at me. She wants to talk, she's not, at that second, she was not able to talk. I was like, what's the matter? I knew something was wrong. And she goes, and she starts saying, who are you? Like, not to me, but to the others, who are they? Why are they here? I was like, wait a second. And so we all were kind of panicking. Justin was here, we're wondering, is this a medical emergency? Should I be calling the doctor? Should I be calling the ambulance? What is going on? So anyway, at some point we got her up. I took her to, her heart rate was 130. At sitting, it was 130, 135. Her blood pressure was actually high. I was able to check all these things. So we took her into the room. I tried to make her lie down, thinking maybe she needs blood in her head or something, because she was awake all these hours. We lay her down. I went to go get the blood pressure machine. She was able to mouth to Justin. All the kids are there, so they were witnesses. The girls were there, Nathan was there, Justin was there, and she was able to mouth to Justin, demonic attack. She was very, very slowly she was able to say that. By that time I had come in, I didn't know she had said that. So I looked at her, I had asked her before, because her eyes were different, so I didn't know, is it a demonic issue or is it a physical issue? And she looked at me weirdly. I was like, do you want to kill me? And she just stared at me, So, and weird smiles, like she was fighting. I know she was fighting something, right, that was coming up against her. So then she had started whispering, I can't say his name. So I knew she was fighting. At that moment, I knew. So I put my hands on her, we all started praying, and all of a sudden, and I said, say the name of Jesus. She said the name of Jesus, and she burst out crying, Jesus, thank you, Lord. She burst out actually kind of prophesying to me, to Justin, and to Sarah at that time. She burst out. So she was telling me that inside there was something saying that nothing but Jesus is a failure, nothing but Jesus is a failure. But the other side was saying, no, I'm an overcomer by the blood of the Lamb and the word of my testimony. And she actually came out of that screaming, I'm an overcomer by the blood of the Lamb. So
So just to clarify, this was not a demon possession, right? Children of God, the fruit of the Spirit do not get demon possessed, but they can get attacked by the enemy. So that's what I was asking the church to pray. Something is going on in the spiritual realm. God is touching people. Teenagers are being changed. People's hearts are being changed. But please don't run with this and say, my child is possessed. She is not possessed. I can guarantee you that. She's in the presence of the Lord more than I have ever been, actually, through all my teenage years. So understand that it is an attack of the enemy. I also am going through issues. I'm being overwhelmed a lot, so it's physically affecting me. Please pray for me. Pray for our health. I want to acknowledge Manasi and David. They are my clients. I've known them for about 4 or 5 years. Yesterday was the first time that I met them face to face. Please keep her in prayer. I know there's nothing that God cannot change. You're in good hands with the Lord. One thing that I learned this week is, when I'm afraid. I'm a person who gets afraid easily. Like if something happens quickly, my first thought is, oh my God, what am I going to do? What am I going to do? But after that, God strengthens me. So one thing I've learned is, when I'm in the presence of the Lord, I go as fearfully as I can. I put all my fear in front of Him. But when I come out of that, I'm like a lion. So one thing that I've seen happen this week has been that. So I encourage you, when you're before the Lord, go in as weak as you are, cry out to Him, be the coward in God's presence, because when you come out, you're going to be like a lion. And I also want to thank God for having my cousin Jitli here. We weren't talking for a little while, but 2026, we both decided that we want this to be a good year. We want to bury everything and we want to go forward. And I'm praying for God's blessing in your life and healing in his body. Pray for his healing as well. And I believe that God will do great miracles. Thank you. I hope I didn't miss anything. Praise God. Amen. Hallelujah. Yeah, those who have a good testimony, and like Sister Bindu said, when we work for God, there is going to be an attack. There's always will be an attack, and whatever ways the devil wanted to suppress the work of God. There's no doubt about that. So we are overcomers by the blood of Jesus, and Jesus would give us victory over all problems. Thank you for that testimony. I wish we had more time. And usually we never had this one program we're going to do now. We never made any announcement from this stage. It's only because we were only few people. We were just texting and communicating just informally. But going forward, we will have formal communication from Brother Jason, and he's going to come and he's going to say some of the activities and all those kind of things that's going to happen. And immediately following Brother Jason, and our youth will come and sing an English song, and then Babita Moore will come and she will share a word, from the Word of God. Okay. Praise the Lord, church. Greetings to you in the matchless name of the Lord and Savior Jesus Christ. I'm going to make this quick as possible. Just a couple of announcements. So Wednesday night, we have our weekly Zoom prayer line. It is at 7 o'clock, and there will be a link that will be sent to you in the WhatsApp group of the church. So that link is to help you get into the meeting quickly without entering the meeting ID and the password. Just click on the link. If you have the Zoom app on your phone or on your computer, it will open up Zoom and automatically log you in. Also, what else? We are expecting some guests for next Sunday. We will have a guest speaker. His name is Pastor John Koshi. He's a friend of Wilson Uncle and family, I believe, if I'm correct. So we will have that pastor next week as our guest speaker. And we will also have some guests visiting us. There's a Mohan Uncle and family who are they are well-wishers of this church when it was founded. So we are expecting them to be with us next week also. And that is it for this week. What can wash away my sin? Nothing but the blood of
Hallelujah. 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 Thank you, Lord. Hallelujah. 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 What a beautiful song, am I right? Amen. So today I'm just going to share with you a few verses, and the first one is from 2 Corinthians chapter 1, verses 8 to 10. We do not want you to be uninformed, brothers and sisters, about the troubles we experienced in the province of Asia. We were under great pressure, far beyond our own ability to endure, so that we despaired of life itself. Indeed, we felt that we had received the sentence of death, but this happened that we might not rely on ourselves, but on God, who raises the dead and has delivered us some such deadly peril. And he will deliver us again. On him we have set our hope, and he will continue to deliver us. So now think about that. That's Paul saying we have such great troubles and that they think they can't endure it, right? And God knows just how far to stretch us. He knows how much we can take before we actually break. But the thing is, sometimes we think we can't handle it, right? Sometimes we think we can't handle our own troubles. But yet, when he's put in this position, he takes that worry, he takes that unassurance, he takes that overthinking, and he turns it to God. He relies on God when he has those feelings, right? When you're going through a trial, when you're going through a hardship, take that doubt, take that worry, take that anxiousness, and take it and rely even more on God. Don't let it pull you more away from God. And just as it says in Isaiah chapter 43, verses 2, it says, when you pass through the waters, I will be with you. And through the rivers, they shall not overwhelm you. Amen. When you walk through the fire, you shall not be burned. And the flame shall not consume you. God will be with you during that trial. He may be silent for a little bit, but he'll be with you. You just need to choose him. Take that worry, take those emotions that you're feeling from that hardship, and use it to rely even more on God. He will be with you. You just got to choose him. He knows how you feel. He knows how much he can push you. But also, when you're going through those things, he will be right there with you. It's not going to overtake you. It's not going to kill you. But it will grow you. But if you water it right. Water it with the fresh water. Don't water with toxic water from the world. When you're going through these things, don't choose the world. Don't choose all that stuff in the world. That's only good for just a little bit. Choose God. I know I say this so much, but just choose him, and you will see the transformation in your life. Amen. You will be made whole. Because all the things that worldly do, it just slaps a Band-Aid on. Amen. That just eventually just doesn't heal the actual wound. God goes in and heals inside to out. And you will see that transformation go from your heart to your mind, to your body, to your conduct. You'll see that transformation. And in Psalms chapter 55, verse 22, it says, cast your burdens on the Lord and he will sustain you. Give it to him. Just as my mom was saying. Amen. Give it to him. Go to him like a coward and you will come out like a lion. He will strengthen you in his presence. Cast your burden. And nothing is too heavy for him. No situation is too hard for him. Just cast it on the Lord and he will sustain you. He will strengthen you. He will give you hope. He will give you hope. Give it to the Lord and he will sustain you. Hallelujah. ദൈവത്തിന് മഹത്വം. സ്തോത്രം. ദൈവത്തിന് മഹത്വം. What a wonderful message it was, and at this time we will take the offering, and Sister Bindu is going to sing the offering song. Praise God. We're going to be singing the song. In case anyone doesn't understand what it means, basically it's saying, thank you, Jesus, for all that you have done for me.
It's not by my strength, nor is it by the strength of my hand, but it is by your mercy. Amen. I have blessings that I cannot even count, because no matter how many times I count, it just never finishes. Hallelujah. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. കൃപയാ, കൃപയാ, ദൈവ കൃപയാ, നിത്യവും ദയയാ, ദയയാ, നിത്യദയയാ. ഓടിത്തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, ഓടിത്തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. കൃപയാ, കൃപയാ, ദൈവ കൃപയാ, നിത്യവും ദയയാ, ദയയാ, നിത്യദയയാ. ഊരിരുതാവരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കരം പിടിച്ചു എന്നെ നടത്തുന്നതാ. ഊരിരുതാവരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കരം പിടിച്ചു എന്നെ നടത്തുന്നതാ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ, നിത്യവും ദയയാ, ദയയാ, നിത്യദയയാ. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ, നിത്യവും ദയയാ, ദയയാ, നിത്യദയയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കാം. സ്തോത്രം. വന്ന സമയം മുതൽ ഈ സമയം വരെയും ദൈവം നമ്മെ കാത്തുകൊണ്ടു. ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ കരുണയാൽ, ദൈവത്തിന്റെ
ദൈവത്തിന്റെ പ്രത്യേക സാന്നിധ്യത്താൽ നമ്മളെ മറച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. നമ്മൾ പാടിയതുപോലെ നമുക്ക് വർണ്ണിപ്പാൻ നാവുകൾ പോരാ, എണ്ണി തീർക്കുവാൻ നാളുകൾ പോരാ. ഓരോ ദിവസവും നാം എഴുന്നേൽക്കുന്നത് തന്നെ ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നാം കർത്താവിനോട് ചോദിക്കാത്തതാണ് നമുക്ക് ശ്വാസം തരണമേ എന്നുള്ളത്. എന്നാൽ നമുക്ക് ദൈവം ശ്വാസം കർത്താവ് കരുതി തരുന്ന ദാനമാണ്. നമുക്ക് പാടുവാൻ കഴിവുള്ളപ്പോൾ നമ്മൾ പാടണം. വിധു സിസ്റ്റർ പാടി പോലെ വിധു സിസ്റ്റർ മലയാളം പാട്ടുകൾ പാടി പഠിച്ച് അനേക സ്ട്രഗിൾ ചെയ്താണ് പാട്ട് പാടിയത്. ആമേൻ. അങ്ങനെ ഓരോ പാട്ടുകളും നമുക്ക് ദൈവത്തെ രാവിലെ സ്തുതിപ്പാനിടയായി. നല്ല സമയം മുതൽ നല്ല വൈവിഷ്യം നമുക്ക് തന്നല്ലോ. ദേവദാസികൾ പഠിപ്പിക്കുവാൻ കർത്താവ് കൃപ കൊടുത്തല്ലോ. ആമേൻ. പ്രയർ ലീഡ് ചെയ്യുവാൻ ജസ്റ്റിത തന്നെ കർത്താവ് ആമേൻ ബലപ്പെടുത്തിയല്ലോ. പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിപ്പാൻ ഇടയായല്ലോ. ആമേൻ. ഹല്ലേലൂയ. എല്ലാം ചന്തമായും ഉചിതമായും ഇന്നയോളം ദൈവം നമുക്ക് നടത്തി തന്നല്ലോ. പുതുതായി കടന്നു വന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം നമുക്ക് ദൈവത്തിന്റെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ദൈവസ്ഥനിൽ ഓർത്തുകൊണ്ട് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ. തലകളെ മുടക്കി നാം ദൈവത്തോട് പ്രാർത്ഥന നമ്മുടെ ദൈവം കേൾക്കുന്ന ദൈവമാണ്. ആമേൻ. ആ പ്രാർത്ഥനയുടെ മറുപടിയാണ് നമ്മൾ പലരും. ഹല്ലേലൂയ. മരിച്ചു പോകുമെന്ന് ഡോക്ടർമാര് പറഞ്ഞ വിധി പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ആമേൻ കോരിയെടുത്തത് ദൈവത്തിന്റെ കരമാ. അങ്ങനെ ഈ പകൽക്കാലം നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കും, എങ്ങനെ ആരാധിക്കാതിരിക്കും? നമുക്ക് ദൈവത്തെ വീണ്ടും ദൈവത്തോട് പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഇത്രത്തോളം നീ സഹായിച്ചു, അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ചോദിക്കാത്തതൊക്കെ ഞങ്ങൾക്ക് ദാനം നൽകി. നന്ദി. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ അധികം ദിവസങ്ങളില്ല. കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ ഞങ്ങളുടെ മരണം ഈ ഭൂമിയിൽ സംഭവിക്കാൻ തന്നെ ചെയ്യും. ആമേൻ. എത്ര ഭയത്തോട് ഭക്തിയോടെ ദൈവസ്ഥയിൽ ജീവിക്കണമെന്നും അല്ലെങ്കിൽ മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയണമെന്നും ഹല്ലേലൂയ ഞങ്ങളാൽ ആവോളം അപ്പാ ഞങ്ങൾക്ക് ചെയ്തെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യത്തിലുള്ള എല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗസ്റ്റായി കടന്നു വന്ന സഹോദരങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചപ്പ അവരായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഇത്രത്തോളം അവരെ സഹായിച്ചു. ആമേൻ. രാത്രിയുടെ യാമങ്ങളിലൊക്കെ അവർ എഴുന്നേറ്റ് കരഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിൽ കാണുമായിരിക്കാം. അവിടെ നിന്നും എല്ലാം അവർക്ക് ആമേൻ ദൈവം ആശ്വാസം കൊടുത്ത് അവരെ നടത്തിയ ദൈവത്തിന്റെ വലിയ കൃപയാണ് ഇന്നും അവരവിടെ ആയിരിക്കുന്നത്. പറയുന്നത് പോലെ നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്നു മകനെ മകളെ നേരായ പാതയെന്ന് കാണിച്ച് ഇതിലെ തിരിഞ്ഞുകൊള്ളുകയും എന്ന് നിന്റെ പുറകിൽ ഒരു ശബ്ദം കേൾക്കും. നമ്മളത് കേട്ടവരാ ദൈവമക്കളെ. ഇത് രാത്രി പകൽക്കാലം ദൈവത്തോട് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളെ നടത്തിയവർക്കായി നന്ദിയോടെ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഈ കുടുംബത്തെ നിന്റെ കരങ്ങളിൽ തരികയാണ്. ഈ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് ഈ സഭയെ നിന്റെ കരങ്ങളിൽ തരികയാണ്. ഞങ്ങൾ കർത്താവെ പ്രാർത്ഥിച്ചു. ആമേൻ. ഈ വർഷം ഒരു സ്നാനം ഈ സഭയിൽ നടക്കണമെന്ന്. എന്നാൽ കഴിഞ്ഞ ഈ ആണ്ടിന്റെ ആരംഭത്തിൽ തന്നെ കഴിഞ്ഞ ആഴ്ചയുള്ള സ്നാനം നടക്കുവാൻ ആമേൻ കർത്താവിനെ സ്വീകരിപ്പാൻ ദൈവം വഴിയൊരുക്കിയത് പ്രിയ നവീനമോള് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആമേൻ ആത്മീയ കാര്യങ്ങൾക്കായി സ്തോത്രം. അനേക യൂത്ത് ഇവിടെ കടന്നു വരുവാനും ആമേൻ ബൈബിൾ സ്റ്റഡി ചെയ്യുവാനും ഒക്കെയും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. വരും ദിവസങ്ങളിലും കർത്താവെ അത് ഏറ്റെടുത്തതിന്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് അവരെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. തുടർന്നുള്ള വചനഘോഷണം ഞങ്ങൾക്ക് അനുഗ്രഹമാകണം. എടുക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ കെട്ടുമണിക്കായി ഉപയോഗിക്കുവാൻ കർത്താവ് ചെയ്യണം. ആരെങ്കിലും വേദനയോടെ ദുഃഖത്തോടെ പുറത്തു പറയുവാൻ കഴിയാത്ത ഏതെങ്കിലും ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം വചനമയച്ച് കാലം കുറെ വിടിവിക്കണം. ഞങ്ങളെ ഓൺലൈനിൽ കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ ഈ വചനത്തിൽ കൂടി നീ അനുഗ്രഹിക്കുമാറാകണം. അവർക്ക് ആശ്വാസം കൊടുക്കണമേ. ഏത് വിഷയത്തിലാണ് അവര് ആമേൻ ഭാരപ്പെടുന്നത് ഞങ്ങൾ അറിയുന്നില്ല കർത്താവേ. എന്നാൽ ദൈവ വചനത്തിന് ശക്തിയുണ്ട്, ജീവനുണ്ട്. ആ ജീവിപ്പിക്കുന്നതായ വചനം ഇന്ന് പകൽക്കാലം നിന്റെ കുഞ്ഞുങ്ങളുടെ ഭവനത്തിന്റെ ആമേൻ ഉള്ളവர்கள் കടന്നു എന്ന് അവർ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് മേൽ ദൈവം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളിനായി സ്തോത്രം. യേശു ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ കർത്താവേ സ്തുതിക്കുക. Amen. Hallelujah. Praise God. Praise God. Blessed be the name of the Lord Jesus Christ. And this is the moment we're just going to spend a few minutes with the Word of God. I know when we have a congregation that speak Malayalam, some who don't speak Malayalam, the preacher always struggles. The preacher don't know what language to speak.
but today I am just going to consider both language. And I know there is a danger doing that also, because nobody gets it fully. So somehow let us be patient with the language today, and I believe that I will invite Jonathan to come here and read our scripture for our meditation. Genesis chapter 39, verse 1 to 5. Now Joseph had been brought down to Egypt, and Potiphar, an officer of Pharaoh, the captain of the guard, an Egyptian, had brought him from the Ishmaelites, who had brought him down there. The Lord was with Joseph, and he became a successful man, and he was in the house of his Egyptian master. His master saw that the Lord was with him, and that the Lord caused all that he did to succeed in his hand. So Joseph found favor in his sight, and attended him, and he made him overseer of his house, and put him in charge of all that he had. From the time that he made him overseer in his house, and over all that he had, the Lord blessed the Egyptian's house for Joseph's sake. The blessing of the Lord was on all that he had, in house and field. Amen. May the Lord add his blessing on the reading of God's word. Thank you, Jonathan, for reading God's word. I am going to read that in Malayalam. എന്നാൽ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായിലിയുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫർ എന്ന മിസ്രൈമൻ അവനെ വിലയ്ക്ക് വാങ്ങി. ഈ വായിക്കുന്ന ആ വാചകമാണ് നമ്മളുടെ പ്രധാന ചിന്താ വിഷയം. യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. മിസ്രൈമിനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗ്രഹവിചാരകനാക്കി. തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ തന്റെ വീടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസഫിന്റെ നിമിത്തം മിസ്രൈമിന്റെ വീടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി. Normally I don't preach from the Old Testament, but I believe many of the major stories and bigger examples and something that are very much related to our life is found in the Old Testament. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന ഈ വിഷയം ഞാൻ വാച്ച് നൈറ്റ് സർവീസിന് പറഞ്ഞ 4 വാക്കുകളിൽ ഒരു വാക്കാണ്. I talked about the presence, I talked about the provision, I talked about the protection and the power. The 4 things I talked about. I always believe that everyone in this world needs the presence of God. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം യോസഫിനോട് കൂടെ ഇരുന്നത് കൊണ്ട് യോസഫ് അനുഗ്രഹിക്കപ്പെട്ടവനായി. Because the presence of God was with Joseph, he was a successful man. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ സക്സസിനെ കുറിച്ച് അല്പം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു നോക്കി. നമ്മൾ എല്ലാവരും വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? Every one of us wanted to be victorious in our life. തോൽക്കാൻ ആഗ്രഹിക്കുന്ന ആരും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. Nobody wants to fail in their life. കാരണം വിജയമാണ് നമ്മുടെ ലക്ഷ്യം, വിജയമാണ് നമ്മൾക്ക് ആവശ്യം. വിജയത്തെക്കുറിച്ച് മുൻപോട്ട് പോകുമ്പോൾ I will tell you a few other things why success is dangerous. ഇവിടെ യോസഫിനോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ജോസഫിന്റെ ജീവിതത്തിൽ ജോസഫ് വിജയിച്ചു. ഞാൻ ഒരു സമയത്ത് I will put a timeline just like our
Sister Minnie Kurian put a big, great PowerPoint presentation. I put a timeline on Joseph's life, and it's very interesting. I'm very interested in his life, and there will be more than one sermon that I will preach from his life. When you look at Joseph's life on a timeline, all the events that were happening never showed any sign of success. Whether you believe that or not, at the end he became successful. Yep. But when you evaluate every event that is happening in his life, that is no indication of a successful man. നമ്മൾ ആ ജോസഫിനെ കാണുമ്പോൾ നമ്മൾക്കൊരു പക്ഷേ തോന്നും ദൈവം കൈവിട്ട ഒരു മനുഷ്യൻ. God has abandoned him. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ദൈവമേ, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു? ഇതൊരു ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻ കൂടിയാണ്. ദൈവം നല്ലത് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടാണ് തിന്മ സംഭവിക്കുന്നത്? യോസഫ് നല്ലത് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. He was a man who did many good things. More observations. I wanted to mention 3 observations right from the beginning. The first observation is the presence of God in our life. ജോസഫിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ we are also looking into our own life. ജോസഫിന്റെ ജീവിതത്തിൽ ഇത് നടന്നു. ഇത് ജോസഫിന്റെ ഒരു അനുഭവമായിട്ട് മാത്രമല്ല, നമ്മുടെ അനുഭവമാണ്. ജോസഫിന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ when the presence of God is in our life, what happens? That's what the 3 things I'm going to mention to you. Genesis 31ാമത്തെ അധ്യായത്തിന്റെ 2ാമത്തെ വാക്യവും 21ാമത്തെ വാക്യവും അത് എംഫസൈസ് ചെയ്ത് കാണിക്കുന്നു. The Lord was with Joseph. Okay, ഈ ജോഷുവയുടെ പുസ്തകം 6ാം അധ്യായത്തിന്റെ 27ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് the Lord was with Joshua. The Lord was with Joshua. ന്യായാധിപന്മാരുടെ പുസ്തകം Judges chapter 1 verse 19 നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് the Lord was with Judah. യഹൂദയോടുകൂടി ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇത് തന്നെ ഒരു പ്രസംഗ വിഷയമാണ്. ഈ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ് സംഭവിച്ചത്? But when the presence of God is in someone's life, things will happen. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അനേക കാര്യങ്ങൾ സംഭവിക്കും. ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ മറിയും. അവിടെ അങ്ങനെയുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. രണ്ടാമത്തെ ഒബ്സർവേഷൻ, the effect of the presence of God. What effect the presence of God had? We said in Joseph's life there was a presence of God. And what was his effects? നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം വഹിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. ആ സാന്നിധ്യം നമ്മളിൽ ഉൾക്കൊണ്ട് നമ്മൾ ആ സാന്നിധ്യം വഹിച്ച് കൊണ്ടുപോകുമ്പോൾ അത് ഏത് തരത്തിലുള്ള ഒരു ഇഫക്റ്റ് ആണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്? 2 ഇഫക്റ്റ് ഞാൻ ഇവിടെ പറയാം. ജോസഫ് ദൈവ സാന്നിധ്യം ഉള്ളവനായിരുന്നത് കൊണ്ട് ജോസഫ് അനുഗ്രഹിക്കപ്പെട്ടവനായി. ദാറ്റ് ഈസ് 1 ഇഫക്റ്റ്. രണ്ടാമത്തെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ജോസഫിന് ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹം ജോസഫിൽ തന്നെ കണ്ടെയ്ൻ ചെയ്ത് അവിടെ നിന്നില്ല. It just overflowed into other people's life. അത് പൊത്തിഫറിന്റെ ലൈഫിൽ, ഒരു മിസ്രൈമിന്റെ ലൈഫിൽ ആ പൊത്തിഫർ പറയുന്നത് എന്താണ്? യഹോവ ഇവനോട് കൂടെ ഉണ്ട്, അവൻ ചെയ്യുന്നൊക്കെയും സാധിക്കുന്നു. അപ്പോൾ അതാണ് മൂന്നാമത്തെ കാര്യം. What observation is other people are going to make when the presence of God is in our life? ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ മറ്റൊരു ആളോട് പറയാതെ തന്നെ അവർക്ക് മനസ്സിലാവും. നമ്മൾ ദൈവ സാന്നിധ്യം ഉണ്ട് എന്ന് ക്ലെയിം ചെയ്തിട്ട് ദൈവ സാന്നിധ്യം ഉള്ളതിന്റെ ഒരു അടയാളവും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് ദൈവ സാന്നിധ്യം ഇല്ല
എന്നുള്ള വിധിയെഴുത്ത് വേറെ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കും. When the presence of God is in our life, other people will know. Other people will know that because it doesn't contain in ourselves. It will also have some effect. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അതിന്റെ സൈൻസ്, അതിന്റെ ഇഫക്റ്റ് ഒക്കെ കാണിക്കും. ഒക്കെ നമുക്ക് അടയാളമായിട്ട് വരും. അത് നമ്മൾ ചെല്ലുന്ന ഇടങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മൾ സംസാരിക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും. നമ്മളിൽ ദൈവത്തിന്റെ സാന്നിധ്യം വരുമ്പോൾ അത് മറ്റുള്ളവർക്കും അനുഗ്രഹമായി ഭവിക്കും. So the presence of God is not just containing in ourselves. നമ്മുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ദൈവത്തിന്റെ അനുഗ്രഹം. ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ അത് മറ്റുള്ളവരിൽ ചില നദികൾ, ഒരു നദി ഒരു സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് അത് ശാഖകളായിട്ട് ഇങ്ങനെ പോകുന്നിടത്തെല്ലാം അത് ഫലഭൂയിഷ്ഠമുള്ള സ്ഥലങ്ങളാക്കി മാറ്റി അവിടെ നിർജീവമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് ജീവൻ പ്രാപിച്ച്, അത് പുഷ്ടി പ്രാപിച്ച്, അത് ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയിലേക്ക് അതിനെ നയിക്കുന്നത് പോലെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മിൽ ഉണ്ടെങ്കിൽ. നമ്മുടെ ജീവിതത്തിന് തന്നെ മാറ്റം വരും. നമ്മുടെ ജീവിതത്തിന്റെ തന്നെ മാറ്റം വരും. ഈ 5 വാക്യങ്ങൾ നമ്മൾ വായിച്ചെങ്കിലും ഈ 5 വാക്യങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുവാനുള്ള സമയം എൻ്റെ മുൻപിലില്ല. ഇതിനകത്തിലെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ജീവിതത്തിലെ വിജയത്തിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ദൈവസാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ പ്രധാന ഘടകം. മറ്റ് നമ്മുടെ കഴിവുകൾക്കോ ഒന്നും സ്ഥാനമില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊരു കോമ്പിനേഷനാണ്. ഞാൻ എപ്പോഴും ഒരു കമ്പൈൻഡ് എഫർട്ടാണ് ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ളത്. ഒരു കോമ്പിനേഷനാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് പ്രഥമ സ്ഥാനം കൽപ്പിക്കുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. എനിക്ക് തോന്നുന്നത് തോന്നുന്നല്ലേ, ദിസ് ഇസ് കറക്റ്റ്. നമ്മുടെ വാച്ച് നൈറ്റ് സർവീസ് കഴിഞ്ഞ് ഈ ചർച്ചിലെ ആദ്യത്തെ പ്രസംഗം ചെയ്തത് നവീന മോളാണ് അല്ലേ? She said, seek ye first the kingdom of God. The priorities. What are our priorities? God is our priority. ദൈവമാണ് നമ്മുടെ പ്രയോറിറ്റി. ദൈവരാജ്യമാണ് നമ്മുടെ പ്രയോറിറ്റി. അപ്പോൾ നമ്മുടെ സക്സസിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടയാളം, അതിന്റെ രഹസ്യം, അതിന്റെ ഒരു ഫോർമുല ആരെങ്കിലും അന്വേഷിക്കുന്നെങ്കിൽ വേറെ എങ്ങും പോകേണ്ട. Right here we can understand God's presence in our life is the foundation for all success in our life. ഇനിയും മറ്റൊരു കാര്യം ഞാൻ ഇന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ ജോസഫിന്റെ ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ ആത്മീയമായിട്ട് വളരാനുള്ള ഒരു സാഹചര്യം ജോസഫിന് ഇല്ലായിരുന്നു. ജോസഫിനെ വളരെ ഒരു വയലന്റ് സിറ്റുവേഷനിൽ കൂടിയാണ് ജോസഫിനെ ഡിസ്ലോക്കേറ്റ് ചെയ്തത് അല്ലേ? He was taken from his home by his brothers. He was sold into slavery. And so നമ്മൾ ഈ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ആത്മീയമായിട്ട് വളരാനുള്ള ഒരു സാഹചര്യമല്ല. നമ്മൾ പലരും ആത്മീയമായിട്ട് വളരാനുള്ള സാഹചര്യം എവിടെയാണ്? സഭയിലാണ്. It's in the church. എല്ലാവരും കൈവെട്ടുമ്പോഴാണ് നമുക്ക് കൈവെട്ടാൻ സാധിക്കുന്നത്. കാരണം അല്ലാത്ത ഇടത്ത് നമുക്ക് ആത്മീയമായിട്ട് ആരാധിക്കുവാനുള്ള സാഹചര്യമല്ല. സോ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമായിരുന്നില്ല. ഭവനത്തിലെ അന്തരീക്ഷം ജോസഫിന് ഇപ്പോഴില്ല. പേരൻസിന്റെ പ്രൊട്ടക്ഷൻ ഇല്ല. അവിടുത്തെ ദൈവവചനത്തിന്റെ വായനയും പഠനവും ഒന്നും ഇപ്പോഴില്ല. ഇപ്പോൾ മിസ്രൈമിലാണ്. അത് വേറെ ഒരു മതമാണ്, വേറെ ഒരു ആരാധനയാണ്, വേറെ ഒരു ജീവിത രീതിയാണ്, മറ്റ് ഭക്ഷണങ്ങളാണ്. അങ്ങനെ ആരാധിച്ച് ദൈവത്തെ പഴയ കാലത്ത് ഭവനത്തിലായിരുന്നപ്പോൾ ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള സാഹചര്യമല്ല ഇവിടെ. പക്ഷേ ഈ ജോസഫിന് അത് ബാധകമേ ആയിരുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി ലോകത്തിന്റെ ഏത് സ്ഥലത്ത് പോയാലും, ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം ഉള്ളിടത്തായിരുന്നാലും ഇല്ലാത്ത ഇടത്തായിരുന്നാലും
they will always worship. Because the presence of God in them, Amen. because the presence of God is inspiring them to worship. നമ്മൾ നോക്കണം ഈ യോസഫിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്റ്റോറിയാണ്. ലോട്ട് ഓഫ് തിങ് ഇൻ ദിസ്. ജോസഫിന് ഈ ജീവിതത്തിൽ ഈ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായ സമയത്ത് എന്ന് പറയുന്നത് he was a teenager. He was only 17-year-old. You just understand what a 17-year-old can do. Now, I don't know what his age when he is at the Potiphar's house. I'm not going to speculate. I'm not going to add any age. But we know everything started when he was 17. Not many years passed. So he should still be in his 20s, somewhere in his 20s. Early 20s or mid-20s or somewhere in that age range. Just think about a man, what a man can do at that age. നമ്മളിവിടെ വായിക്കുന്നത് എന്താണ്? പൊത്തിഫാർ അവനുള്ള സകലതും ഈ ആളെ അങ്ങ് ഏൽപ്പിച്ചു, അല്ലേ? ഇവിടെയുള്ള അതൊന്നും പറഞ്ഞാൽ ഒന്നോ രണ്ടോ കാര്യമല്ല. അവരുടെ സമ്പത്തുകൾ, വെൽത്ത്. ഒരു സ്ലേവ് സാധാരണ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നാൽ his place is outside. He is working in the field. അവൻ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. But something in him told Potiphar that he has skills that can be used elsewhere. But that because of the presence of God that was in him was so felt by this Potiphar. The Potiphar knew somehow this man is different. He's not like any other man. Because of the presence in his life, God's presence in his life made him different. അതെന്താണ്? നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുമ്പോൾ, just like I'm going back to Babina today, it will transform us. She said, when the transformation will happen, when the presence of God in us, that presence of God is going to transform our life. That will come in our character. നമ്മുടെ ക്യാരക്ടറിലാണ് നമ്മുടെ യഥാർത്ഥ ഭക്തി വെളിപ്പെടുന്നത്, നമ്മുടെ സ്വഭാവത്തിലാണ്. Our true character will demonstrate whether we are in faith, whether we know God, whether we trust God, whether God's presence is in us. It will demonstrate that. Our character will demonstrate. The way we worship tells us something about how we know God. The way that we behave will tell something about our faith and our worship. When I was studying a course at the Duke University, there was this professor called Stanley Hauerwas. He's a very high scholar actually. And he said in our class, he said, your life is your worship. That's what he said. He said, your life is your worship. You don't have to define worship in any other way. The way that you live define your worship. So either you worship the way you live or you live the way that you worship. But something tells the other people that our worship is our life. How it comes through us. Even that is very true in our everyday situation. ജോസഫിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ വർഷിപ്പ് ചെയ്യാനോ ദൈവത്തെ അറിയാനോ ഉള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. But he knew God. He knew God. അവിടെയാണ് നമ്മുടെ പലരും ഈ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പലപ്പോഴും പരാജയപ്പെടുന്നത് എവിടാണെന്ന് ചോദിച്ചാൽ, they will only do something when the circumstances are favorable circumstances. അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ മാത്രമേ പലർക്കും ജീവിക്കാൻ തുടങ്ങാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങളെ ഉപയോഗിക്കുന്ന വ്യക്തികളാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. The people who will be successful in their life are people who can use adversities and troubles. ഇന്നിവിടെ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ we heard troubles. Troubles are not bad actually. Troubles are good. Because troubles will strengthen you, it will form you, it will make you tough.
It will strengthen your faith. You don't need to worry about troubles. I think we heard that in our Sunday school this morning also. So that's what happened to Joseph. Joseph was not looking for a favorable situation. Then, I know we have children going to school, and you have to do hard work. There's a lot of work, and these days students are learning things I learned in high school. I believe they are learning in 3rd grade or 4th grade, because we are living in a very advanced society. Everything is far advanced. So when you do that, you have to willing to apply yourself. Sometimes students will say, well, I feel sleepy, let me go and get my sleep. And sometimes you have to fight that sleep. You have to just cast that sleep out. And I'm a student myself, and I tell you that sometimes when my mind tells me to sleep, I say, wake up and go to your computer and start typing and do something. So when you are able to do things in your adverse situation, that's when you are creating a path for your own success. ജോസഫിന്റെ വിജയത്തിന്റെ രഹസ്യം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രഥമമായിട്ടുള്ള കാര്യമായിരുന്നെങ്കിലും അതിന്റെ മറ്റു കാരണങ്ങൾ ജോസഫിന്റെ പരിതസ്ഥിതികളുടെ പരിമിതികൾ, the limitations of the circumstances, he was able to put it out. നമ്മൾ പലപ്പോഴും നമ്മുടെ പരിസ്ഥിതികളെ, നമ്മുടെ ബാഹ്യമായിട്ടുള്ള എക്സ്റ്റേണൽ എൻവയൺമെന്റ്സിനെ, സർക്കംസ്റ്റാൻസസിനെ പഴിചാരി. That's what sometimes we do. We always find a justification. Sometimes people say, well, I am like this because I come from a house where I didn't have 2 parents. In America, that is very normal. And sometimes they say, well, we were children, we didn't get the formula. We just were abandoned. We didn't get this and we didn't get that, and therefore now all my failures is because of that. We always find a justification for something that we can blame and escape. പക്ഷെങ്കിൽ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവർ അവരുടെ പരിസ്ഥിതികളെ, അവരുടെ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യുന്നവരായിരിക്കണം, അതിനെ ഒപ്പോസ് ചെയ്യുന്നവരായിരിക്കണം. എപ്പോഴും ഈ അമേരിക്കയിൽ ഒരു പറച്ചിലുണ്ട്, ഗോ വിത്ത് ദ ഫ്ലോ, ഇല്ലേ? ഗോ വിത്ത് ദ ഫ്ലോ. നമ്മൾ ഒരു ചത്ത മത്സ്യമാണെങ്കിൽ വെള്ളത്തിലിട്ടാൽ അത് ഒഴുക്കിനനുസരിച്ച് അങ്ങ് ഒഴുകിപ്പോകും. ജീവനുള്ള മത്സ്യങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാമോ? അത് ഒഴുക്കിന്റെ വിപരീതമായ ദിശയിലേക്ക് ഓടി വരും. ദൈവത്തിന്റെ സാന്നിധ്യം അതാണ് നമ്മെ സഹായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള പരിസ്ഥിതികൾ ഉണ്ടായിരിക്കും, സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷേ അതിന് നമ്മൾ അടിമകളായി തീരുന്നതിനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്ത ഒരു വ്യക്തിയും ഈ ലോകത്തിലുണ്ടാവും. എനിക്ക് പ്രയാസം ഉണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയാസം ഉണ്ടാവും. നമുക്കുള്ള പ്രയാസങ്ങളെല്ലാം വിവിധ തരത്തിലും വിവിധ സ്വഭാവത്തിലുമുള്ള പ്രയാസങ്ങളായിരിക്കും. പക്ഷേങ്കിൽ അതിനൊക്കെ നമുക്ക് ഒരു പരിഹാരമുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ, നാം ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ വലയത്തിന് ഉള്ളിൽ ജീവിക്കുന്നവരാണെങ്കിൽ, നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെ നമ്മൾ ഫേസ് ചെയ്യുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ഇതിനെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് കഴിവുണ്ടാകത്തില്ല. we become weak. നമ്മൾ ഒറ്റയ്ക്ക് വലിയ ഭാരങ്ങൾ എടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് ഒരു 50 കിലോ ഭാരം എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് ശ്രമിച്ചിട്ടില്ല. maybe 10 pounds, maybe 20 pounds, maybe I will try that one day and see. I don't think I can lift it up. But if I have a strong man giving me a hand, എന്റെ വശത്ത് ഒരു സ്ട്രോങ് മനുഷ്യൻ അതിന്റെ ഒരറ്റം ഒന്ന് പൊക്കിത്തരാൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ 50 കിലോ ഭാരം ഒരു വലിയ ഭാരമായിട്ട് വരത്തില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പരാജയപ്പെടുന്നത് നമ്മുടെ ജീവിത ഭാരങ്ങളെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് എടുക്കാൻ നോക്കുന്നുണ്ടാണ്. പക്ഷേ കർത്താവ് എന്താണ് പറഞ്ഞറിയാമോ? നിന്റെ ഭാരം എന്റെ മേലേക്ക് കൊടുക്കുക, ഞാൻ നിന്നെ പുലർത്തും, നിന്റെ പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം വരുത്തും. എന്ത് പ്രശ്നങ്ങളായിരുന്നാലും അവയ്ക്ക് പരിഹാരം വരുത്തുവാൻ ശക്തൻ ഒരുവൻ. ഇന്ന് ആ കർത്താവ് നമ്മെ വിളിക്കുന്ന എന്താണ്? എന്റെ അടുക്കൽ വരുവീൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ. നിങ്ങൾ പരാജയപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന മോമെന്റുകളാണെങ്കിൽ
അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റും. എന്റെ സാന്നിധ്യം നമ്മൾ ഓർത്ത് നോക്കുകയാണ്. കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന ഇടങ്ങളിലെല്ലാം വിജയം ഉണ്ടായിട്ടുണ്ട്. മരണം സംഭവിച്ചെടുത്ത് യേശു കടന്നു ചെന്നു, അവിടെ ഉയർപ്പ് ഉണ്ടായി. കാനാവിലെ കല്യാണത്തിന് വീഞ്ഞില്ലാതെ വന്നു, അവിടെ യേശു കടന്നു ചെന്നു, അവിടെ അവരുടെ പ്രശ്നം അത് പരിഹരിക്കപ്പെട്ടു. രോഗികളുടെ അടുക്കൽ യേശു കടന്നു ചെന്നു, അവിടെ രോഗങ്ങൾ മാറി. കണ്ണു കാണാൻ വയ്യാത്തവരുടെ അടുക്കൽ യേശു കടന്നു ചെന്നു, യേശുവായിട്ടുള്ള സമ്പർക്കം അവർക്ക് കാഴ്ച ലഭിച്ചു. നടക്കാൻ വയ്യാത്തവർ അവരെ കുതിച്ചു ചാടാനായിട്ട് ദൈവം അവർക്ക് ശക്തി നൽകി. ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് ഒരു ആക്സിഡന്റൽ ആക്ട് അല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തോട് സംസാരിച്ച ഒരു വചനമാണിത്. ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമുക്ക് ഈ ലോകത്തിൽ എന്തിനേക്കാളും ആവശ്യമുള്ളത്. നമ്മൾ ഒറ്റയ്ക്ക് നടക്കേണ്ടെന്ന് ആവശ്യമില്ല. ദൈവം നമ്മളോട് കൂടെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. I know we have our Justin and his last name is Emmanuel, but we have Emmanuel in us. Yeshu, he is our Emmanuel, God with us. ദൈവം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ വശത്ത്, നമ്മുടെ കരം പിടിച്ച് നമുക്ക് നടക്കുവാൻ കഴിയാതെ വരുമ്പോൾ നമ്മെ താങ്ങി, നമ്മെ കരത്തിൽ ഏന്തി നടത്തുന്ന ആ ദൈവിക സാന്നിധ്യത്തിന്റെ വലയത്തിൽ നമുക്ക് ജീവിക്കാൻ ആഗ്രഹിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒരു പ്രാവശ്യം സമർപ്പിക്കാം. നമുക്ക് അല്പസമയം, വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. നമുക്ക് അല്പസമയം ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമുക്ക് തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഭാരങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണെങ്കിൽ, പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ സാഹചര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ ദൈവം നമ്മുടെ എല്ലാവരുടെയും സാഹചര്യങ്ങളെ അറിയുന്നു എന്ന് മാത്രമല്ല, ആ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ നമ്മോട് കൂടെ കടന്നു വന്ന് നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ച് നമ്മെ കരം പിടിച്ച് നടത്തി നമ്മെ വിജയത്തിലെത്തുന്ന സമയം വരെയും കൈവിടാതെ ഉപേക്ഷിക്കാതെ, നാം ഇവിടെ രണ്ടാമത് പാടിയ പാട്ട് നമ്മളെ സഹായിക്കുന്ന പലരും ഉണ്ടോ എന്നൊക്കെ നോക്കി, പക്ഷെ അവരാരും വന്നില്ല. പക്ഷെ നമ്മുടെ ദൈവം നമ്മെ ഒരിക്കലും കൈവിടില്ല. ഞാൻ തന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞവൻ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാകും. നമ്മുടെ പ്രശ്നങ്ങളെ ഒക്കെ മാറ്റുവാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധി താഴ്ത്തി ഒരു പാട്ടിന്റെ 1-2 അടികൾ നമുക്ക് പാടിയതിനു ശേഷം പ്രിയ ചായ പ്രാർത്ഥിച്ച് നമ്മുടെ സഭായോഗം അവസാനിപ്പിക്കും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോ, സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോ യോസേഫിൻ ദൈവം
സമർപ്പിച്ച് നമുക്ക് സ്വസ്ഥമായി ജീവിക്കാം. അവൻ നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ സന്നദ്ധനാണ്. നമ്മുടെ മധ്യത്തിൽ ആ ദൈവ സാന്നിധ്യം. ഈ സമയത്ത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. എല്ലാ മക്കൾക്കായും വ്യക്തികൾക്കായും ഓരോരുടെ ആവശ്യം പ്രാർത്ഥിക്കുന്നു. ഇന്നലെ സമയത്തിനായി നന്നോട് ചുറ്റോടുള്ള അയൽവാസികളെ എല്ലാം അനുകരിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും സൗഖ്യമാക്കണേ. രാജ്യത്തിനായി എല്ലാവരും കർത്താവെ അവിടെ സഹായിക്കണേന്ന് കാത്തുകൊള്ളണേന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിക്കാരെല്ലാം സ്കൂളിലൊക്കെ പോയി കർത്താവ് സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ കർത്താവെ നന്നോട് വിശിച്ചാൽ കർത്താവെ ദൂരത്ത് വന്ന കർത്താവെ സഹോദരിക്ക് വേണ്ടി ഒരു സഭയെ ഞങ്ങൾ ആത്മകളെ തന്നെ എന്ന് മഞ്ചുരികളെ മറച്ചുകളെ വലിയ നാമത്തിൽ തന്നെ അനുഗ്രഹത്തോടെ ഇപ്പോൾ
മനസ്സലിയുടയ മഹോന്നത ഭരണേ വന്ദനം നിനക്കാമേ. മനസ്സലിയുടയ മഹോന്നത ഭരണേ വന്ദനം നിനക്കാമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Praise God.